Yes, good morning. Good morning, sir. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സ്ട്രക്ചറിനെ കുറിച്ചല്ലേ പറഞ്ഞത്? സം ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, അതാണോ പറഞ്ഞത്? പ്രിഫിക്സും സഫിക്സാ പറഞ്ഞത്. Prefixum, suffixum. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സില് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഒന്നായിരുന്നു ജെൻഡേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ജെൻഡേഴ്സ്, ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളത്തില് ലിംഗം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലെ ആ ജെൻഡേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 4 തരത്തിലുള്ള ജെൻഡേഴ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതില് ഒന്നാമത്തേത് മാസ്കുലിൻ ജെൻഡർ. മാസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ ആൺവർഗത്തെ കാണിക്കുന്ന പദങ്ങളെയാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. ഇതാണ് the names of male animals or persons are called the masculine gender. അത് നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒന്ന് പറയേണ്ടതുണ്ട് നിങ്ങളോട്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ്, കിങ്, ഹീറോ, ഫാദർ, ലയൺ, ഇങ്ങനെ ആൺവർഗത്തെ കാണിക്കുന്ന ആ വാക്കുകളെയാണ് നമ്മൾ മാസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. മാസ്കുലിൻ അതിന്റെ സ്പെല്ലിംഗ് MASCULIN, പുല്ലിംഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നെക്സ്റ്റ് അടുത്തതാണ് ഫെമിനിൻ ജെൻഡർ. ഉണ്ടോ? ഫെമിനിൻ ജെൻഡർ FEMININE, ഫെമിനിൻ ജെൻഡർ. ഫെമിനിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഭാഗത്തെ കാണിക്കുന്ന ആ വാക്കുകളെയാണ് നമ്മൾ ഫെമിനിൻ ജെൻഡർ എന്ന് പറയണം. The names of female animals or persons are called the feminine gender. അതിന് എക്സാമ്പിൾ നമുക്കറിയാവുന്നതാണ് ഗേൾ, അതുപോലെ വുമൺ, ഹീറോയിൻ, മദർ, അങ്ങനെ പല വാക്കുകളും ഉണ്ട്. അപ്പോ മാസ്കുലിൻ ജെൻഡർ, അതുപോലെ ഫെമിനിൻ ജെൻഡർ. മറ്റൊന്നാണ് കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിനോ മെയിൽസിനോ നമുക്ക് പൊതുവായി കൊടുക്കാൻ കഴിയുന്ന പേരിനെയാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചൈൽഡ് എന്ന വാക്ക് നമ്മൾ പറയുന്നു, അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. അപ്പോ പുരുഷ വിഭാഗത്തിനും സ്ത്രീ വിഭാഗത്തിനും പൊതുവായി നാം കൊടുക്കുന്ന പേരിനെയാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. നെയിംസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ് ആർ കോൾഡ് കോമൺ ജെൻഡർ. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അലിംഗം എന്നാണ് അതിന് പറയുന്നത്. ഉദാഹരണം പീപ്പിൾ, PUPIL. അതുപോലെ ഫ്രണ്ട്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആണാവാം പെണ്ണാവാം. നൈബർ, അയൽവാസി, ആണാവാം പെണ്ണാവാം. അപ്പൊ ഈ വാക്കുകളെല്ലാം കോമൺ ജെൻഡർ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ജെൻഡർ കൂടി ഉണ്ട്, അതിന് നമ്മൾ ന്യൂട്ടർ ജെൻഡർ എന്നാണ് പറയുന്നത്. NEUTER, ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ ജെൻഡർ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനില്ലാത്തവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. അതായത് all inanimate things or things which do not have
life like animals or human beings. They are said to be of neuter gender. അതിന് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ചെയർ, അതുപോലെ റൂം, സ്റ്റോൺ, അയേൺ, ഈ വാക്കുകളെല്ലാം ന്യൂട്രൽ ജെൻഡറാണ്. അപ്പൊ നോക്കുക, 4 തരത്തിലുള്ള ജെൻഡേഴ്സ് ഏതൊക്കെയാണ്? മാസ്കുലിൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ. അതിന്റെ സവിശേഷതയും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം അതല്ല. There are some ways of forming the feminine gender. ഈ മാസ്കുലിൻ ജെൻഡേഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യുന്നതിന് ചില മാർഗങ്ങളുണ്ട്. അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട്, ബൈ യൂസിങ് സെപ്പറേറ്റ് വേർഡ്സ്. നമുക്ക് സെപ്പറേറ്റ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ്കുലിൻ ജെൻഡറിന്റെ ഫെമിനിൻ ജെൻഡർ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് കിങ്, രാജാവ്, അതിന്റെ ഫെമിനിൻ ജെൻഡർ ക്യൂൻ. സെപ്പറേറ്റ് വേർഡാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ ബോയ്, ഗേൾ, ബ്രദർ, സിസ്റ്റർ, സർ, മാഡം. അതുപോലെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യാവുന്നതാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ബുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? BULL, കാള. അതിന്റെ ഫെമിനിൻ ജെൻഡർ എന്തായിരിക്കും? കൗ. എന്താ, നമ്മള് ഫെമിനിൻ ജെൻഡർ ഒരു സെപ്പറേറ്റ് വേർഡാണ് അവിടെ ഉപയോഗിച്ചത്. അതുപോലെ ഹോഴ്സ്. ഹോഴ്സ് നിങ്ങൾക്കറിയാം, ആൺകുതിരയാണ് ഹോഴ്സ്. അപ്പൊ പെൺകുതിരയ്ക്ക് നമ്മൾ എന്ത് വേർഡ് ഉപയോഗിക്കും? മെയർ, MARE. ഡോഗ്, ഡോഗ് എന്ന് പറഞ്ഞാൽ ആൺപട്ടിയാണ്. അപ്പൊ പെൺപട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഡോഗിന്റെ ഫെമിനിൻ ജെൻഡർ ഏതാണ്? പിച്ച്, BITCH, പിച്ച്. കോക്ക്, ഹെൻ. അപ്പൊ ഇതുപോലെ സെപ്പറേറ്റ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു മാർഗം, ബൈ ആഡിങ് ESS ടു ദ മാസ്കുലിൻ. മാസ്കുലിൻ ജെൻഡറിനോട് നിങ്ങൾ ESS എന്ന് ചേർത്താൽ ചില വാക്കുകളെ നമുക്ക് ഫെമിനിൻ ജെൻഡർ ആക്കി മാറ്റാം. ഉദാഹരണത്തിന് ആക്ടർ. ആക്ടർ, അതിന്റെ ഫെമിനിൻ ജെൻഡർ എന്തായിരിക്കും? ആക്ട്രസ്, ACTRESS. അതുപോലെ ഹോസ്റ്റ്, HOST. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഹോസ്റ്റസ്, HOSTESS. മാസ്റ്റർ, അതിന്റെ ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യാൻ RESS എന്ന് ചേർത്താൽ മതി. മാസ്റ്റർ എന്നുള്ളതിന്റെ ഫെമിനിൻ ജെൻഡർ മിസ്ട്രസ്, MISTRESS. അതുപോലെ നമുക്കറിയാവുന്ന ഒരു വേർഡാണ് പോയറ്റ്, POET, പോയറ്റ്, കവി. എന്റെ ഫെമിനിൻ ജെൻഡർ എന്തായിരിക്കും? പോയറ്റസ്, POETESS. ലയൺ, ലയണസ്, LIONESS. ഈ വാക്കുകളെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യുന്ന ആ ഒരു മാർഗം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ചില വാക്കുകൾക്ക് മുന്നിലായിട്ട് ആ വാക്കുകളുടെ സെക്സ് കൂടി ചേർത്ത് പറഞ്ഞ് നമുക്ക് ഫെമിനിൻ ജെൻഡർ ഉണ്ടാക്കാം. ഇപ്പോ he got, ഗോട്ട് എന്ന് പറഞ്ഞാൽ ആട്, നമുക്കറിയാവുന്നതാണ്.
ആൺ വിഭാഗത്തിലുള്ള ആടിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഹി ഗോട്ട് എന്നാണ്. ഹി ഗോട്ട്. ഹി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടണം. ഹി ഗോട്ട്. അതിന്റെ ഫെമിനിൻ ജെൻഡർ എന്താണ്? ഷീ ഗോട്ട്. ഉണ്ടോ? ആ ഗോട്ട് എന്ന വാക്കിന് മുന്നില് നമ്മള് അവയുടെ സെക്സിനെ കാണിക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. ഹി ഗോട്ട്, ഷീ ഗോട്ട്. അതുപോലെ മാൻ സെർവന്റ്. മാൻ സെർവന്റ് എന്ന് പറഞ്ഞാൽ പുരുഷനായിട്ടുള്ള വേലക്കാരൻ. അതിനെ ഫെമിനിൻ ജെൻഡർ ആക്കാൻ മെയ്ഡ് സെർവന്റ് എന്ന് ചേർത്താൽ മതി. MAID മെയ്ഡ് ആണ്. മെയ്ഡ് സെർവന്റ്. മിൽക്ക് മാൻ. മിൽക്ക് മാൻ എന്തായിരിക്കും? മിൽക്ക് മെയ്ഡ്. അതുപോലെ ലാൻഡ് ലോർഡ്. ലാൻഡ് ലോർഡ്, ലാൻഡ് ലേഡി. പീകോക്ക്. പീകോക്ക് മയിൽ. അപ്പോ പെൺമയിൽ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കും? പീക്കൻ. പീക്കൻ. ഇതാണ് സാധാരണ ഫെമിനിൻ ജെൻഡർ ഫോം ചെയ്യാനുള്ള 3 മാർഗങ്ങളാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഒന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇംഗ്ലീഷിൽ 4 തരത്തിലുള്ള ജെൻഡേഴ്സ് ആണുള്ളത്. മാസ്കുലിൻ ജെൻഡർ, that is the names of male animals or persons. മറ്റൊന്ന് ഫെമിനിൻ ജെൻഡർ, the names of female animals or persons are called feminine gender. Common gender, names that can be applied to both male and female are called common gender. Then neuter gender. Neuter gender എന്ന് പറഞ്ഞാൽ all inanimate things. Inanimate things എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ആ ജീവനില്ലാത്ത വസ്തുക്കളുടെ പേര് എപ്പോഴും ന്യൂട്ടർ ജെൻഡർ ആയിരിക്കും. അപ്പോ ഈ നിങ്ങൾക്ക് ഏത് ഭാഗങ്ങളൊക്കെയാണ് വേറെ പറഞ്ഞു തന്നിട്ടുള്ളത്? അടുത്തത് ഇപ്പൊ നമ്മള് ടെൻസുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞതല്ലേ? ബട്ട് നമ്മളതൊരു റിവിഷൻ പോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ ടെൻസുകളെല്ലാം നിങ്ങൾ ഓർക്കണില്ലേ? പറയാം, ചിലപ്പോ മറന്നു കാണും. അതിനൊരു റിവിഷൻ എക്സർസൈസ് കൂടി നടത്തണം എന്നുള്ളതാണ്. ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നോക്കാം, നിങ്ങളോട് ചോദിക്കുന്ന ഒരു എക്സർസൈസ് പോലെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഇൻ 8 ടെൻസസ് വിത്ത് ദ സബ്ജക്ട് ആൻഡ് വെർബ് ഗിവൺ. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റും തരും, ഒരു വെർബും തരും. നിങ്ങൾ അതിനെ 8 ടെൻസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി. ഇപ്പോ നിങ്ങൾക്ക് തരണം ഒന്ന് ഒരു സബ്ജക്റ്റ്, ഒരു വെർബും നിങ്ങൾക്ക് തരണം. ദേ എന്നൊരു സബ്ജക്റ്റ് തരണം, വാച്ച് എന്ന വെർബും തരണം. അപ്പൊ ഈ സബ്ജക്റ്റും വെർബും ഉപയോഗിച്ചിട്ട് നിങ്ങൾ 8 ടെൻസിൽ, 8 ടെൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസന്റ് ടെൻസ്,
പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഞാൻ പറയാം നിങ്ങളോട്. ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോ ഞാൻ മലയാളത്തിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ അതെങ്ങനെ ചോദ്യമാക്കി മാറ്റും എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ദയും വാച്ച് എന്ന ഈ രണ്ട് വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോദ്യം ഇതാണ്: അവർ എല്ലാ ദിവസവും എന്താണ് വാച്ച് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾ അത് ചോദ്യ രൂപത്തിലാക്കി മാറ്റും. അപ്പൊ മറക്കാൻ പാടില്ല, അവർ എന്താണ് എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണോ ചോദ്യമാക്കി മാറ്റേണ്ടത്. നമ്മളെങ്ങനെ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു, വാട്ട്. സിമ്പിൾ പ്രസന്റില് നമ്മൾ ഡു ഓർ ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു റിവിഷനാണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത്, നിങ്ങൾ എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ എങ്ങനെ എഴുതും? വാട്ട്, ഡു, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതണം. വാട്ട് ഡു ദേ. ഇനി തന്നിട്ടുള്ള വെർബ് ഏതാണ്? വാച്ച്. വാട്ട് ഡു ദേ വാച്ച്. എല്ലാ ദിവസവും എന്നർത്ഥം കിട്ടാൻ എവറി ഡേ. നിങ്ങൾ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. വാട്ട് ഡു ദേ വാച്ച് എവറി ഡേ. മാത്രമല്ല, ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, അതിന് ആൻസർ കൂടി പറയണം. അതും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഞാൻ ടെൻസുകളുടെ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ റിവിഷൻ നടത്തിയാൽ മാത്രം അത് നമുക്ക് കൂടുതൽ ഉപകാരത്തിൽ വരുള്ളൂ. അപ്പൊ വാട്ട് ഡു ദേ വാച്ച് എവറി ഡേ. അവര് എല്ലാ ദിവസവും എന്താണ് വാച്ച് ചെയ്യാറുള്ളത്? അതിന് ആൻസർ മലയാളത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ അത് ഇംഗ്ലീഷിൽ എന്ത് പറയണം? അവർ എല്ലാ ദിവസവും സിനിമ വാച്ച് ചെയ്യുന്നു. എങ്ങനെ നിങ്ങളത് ഇംഗ്ലീഷിൽ ആൻസർ ആയിട്ട് പറയും? സിനിമ എവറി ഡേ. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റേതെങ്കിലും ടഫായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മള് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോ അവർ ഇപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അവർ ഇന്നലെ എപ്പോഴാണ് സിനിമ കണ്ടത് അല്ലെങ്കിൽ സിനിമ വാച്ച് ചെയ്തത്? അവർ ഇന്നലെ എപ്പോഴാണ് സിനിമ വാച്ച് ചെയ്തത്? അത് ഇന്നലെ നടന്ന കാര്യമാണ്. ഇവിടെ എങ്ങനെ അത് ചോദ്യ രൂപത്തിലാക്കും? അപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ഉപയോഗിക്കുക. എപ്പോൾ, വെൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് ഓക്സിലിയറി. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ ഡിഡ് എന്ന വാക്കായിരിക്കും. വെൻ ഡിഡ് ദേ, വെൻ ഡിഡ് ദേ വാച്ച് സിനിമ യെസ്റ്റർഡേ. അതെ, വെൻ ഡിഡ് ദേ വാച്ച് സിനിമ യെസ്റ്റർഡേ. ഉണ്ടോ? ചോദ്യം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വേർഡ് ഏത് ടെൻസിലാണെങ്കിലും, സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും, ഏത് ടെൻസിൽ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോം ഇതാണ്: ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി. അപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസില് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡിഡ് എന്ന ആ ഒരു ഓക്സിലിയറി മാത്രം ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമുക്ക് ഡു ഓർ ഡസ് എന്ന് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ആശ്രയിച്ച്, സബ്ജക്റ്റിനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ
ഡസ് എന്ന് ഉപയോഗിക്കാം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു എന്ന് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിച്ചില്ല. വാട്ട് ഡു ദേ വാച്ച് എവറി ഡേ. അവിടെ ഡു എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് ദേ എന്ന പ്ലൂറൽ സബ്ജക്ട് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ സ്മിത എല്ലാ ദിവസവും എന്താണ് വാച്ച് ചെയ്യാറ്? ആ ചോദ്യം നമ്മൾ അങ്ങനെ ചോദിക്കും. ഇവിടെ സബ്ജക്ട് സ്മിത എന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? വാട്ട് ഡസ് സ്മിത വാച്ച് എവറി ഡേ. അപ്പൊ അതിന് നമ്മൾ ആൻസർ പറയുമ്പോഴും ശ്രദ്ധിക്കാം. സ്മിത വാച്ചസ് സിനിമ എവറി ഡേ. ആ മാറ്റമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു എന്നും സിംഗുലർ ആണെങ്കിൽ ഡസ് എന്നും ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇപ്പൊ ഒരു വാക്യം ഉണ്ടാക്കിയത്. വെൻ ഡിഡ് ദേ വാച്ച് സിനിമ യെസ്റ്റർഡേ. ഇന്നലെ അവരെപ്പോഴാണ് സിനിമ വാച്ച് ചെയ്തത്? അതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ പറയും? അവരിന്നലെ 8 മണിക്കാണ് സിനിമ കണ്ടത്. ഈ ആശയം ഇംഗ്ലീഷിൽ പറയണം. കൺസ്ട്രക്ഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. They watched the cinema at 8 o'clock. രാത്രിയിലാണെങ്കിൽ at night. They watched cinema at 8 o'clock. അപ്പോ they അതുപോലെ വാച്ച് ഇങ്ങനെയുള്ള 2 വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 8 സെന്റൻസ് ആണ് ഇവിടെ 8 ടെൻസിലെ സെന്റൻസുകളാണ് കൺസ്ട്രക്ട് ചെയ്യണത്. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നാളെ അവർ എന്ത് വാച്ച് ചെയ്യും? നാളെ അവർ എന്തായിരിക്കും വാച്ച് ചെയ്യുന്നത്? വാക്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് നാളെ എന്ന ഒരു ടൈം വേർഡ് അവിടെ ഉണ്ട്. അത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്? ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആ ചോദ്യം നിങ്ങൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം? അത് വേഗത്തിൽ കൺസ്ട്രക്ട് ചെയ്യലാണ് നമ്മുടെ ഭാഷാപാഠം. നാളെ അവർ എന്ത് വാച്ച് ചെയ്യും? വാട്ട് did they watch tomorrow? അല്ലെ? What will they watch tomorrow? അല്ലെ? അപ്പോ അവര് നാളെ സീരിയൽ വാച്ച് ചെയ്യും. They will watch serial tomorrow. അപ്പൊ അടുത്ത സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നിങ്ങൾ ഒരു വാക്യം ഉണ്ടാക്കി അതിന്റെ ആൻസർ പറഞ്ഞു. അപ്പൊ അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിൽ വിൽ എന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഷാൽ എന്നുണ്ടായിരിക്കും. സാധാരണ നിങ്ങൾ വിൽ എന്ന് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഇപ്പൊ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് വിൽ ഓർ ഷാൽ എന്ന് ഉപയോഗിക്കുന്നത്. ബട്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷാൽ സാധാരണയായിട്ട് അവർ ഉപയോഗിക്കാറില്ല. വിൽ എന്ന് മാത്രമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. അവർ ഇപ്പോ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോഴും വാക്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം അവർ ഇപ്പോൾ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവര് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങള് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അപ്പൊ വാക്യം നമ്മൾ എങ്ങനെ പറയും? വാട്ട് do they are watching? ഡു അല്ല, വാട്ട് പറഞ്ഞത്.
കണ്ടിന്യൂസ് ടെൻസില് സാധാരണ ആം ഈസ് ആർ അവ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വാട്ട് ആർ ദേ വാച്ചിങ് നൗ. വാട്ട് ആർ ദേ വാച്ചിങ് നൗ? അവരിപ്പോ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അവര് ഇപ്പോ ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are watching news. They are watching News now. Now. They are watching news now. അല്ലെ? അപ്പൊ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച അവർ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ആഴ്ച അവർ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്? What did No. they are? ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവർ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. What were they watching? Watch. What were they watching last week? Last week. What were they watching last week? അതിന് നമ്മൾ ആൻസർ പറയണം. അവര് ഒരു മൂവി കഴിഞ്ഞ ആഴ്ച വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. They were watching movie last week. അപ്പൊ വാട്ടും അതുപോലെ ഡേ അതുപോലെ വാച്ച് ഈ രണ്ട് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ആൻസർ കൂടി നിങ്ങൾ ഇതുപോലെ 8 ടെൻസിൽ പറയാൻ അറിയണം. നോക്കാം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പറയാം. നോക്കാം, എവിടെയായിരിക്കും അവർ ആ ഫിലിം വാച്ച് ചെയ്യുന്നത്? എവിടെയായിരിക്കും അവർ ആ ഫിലിം വാച്ച് ചെയ്യുന്നത്? എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ വിൽ ബി ഓർ ഷാൽ ബി എന്ന് ഉപയോഗിക്കണം. വിൽ കഴിഞ്ഞാൽ പിന്നെ ദേ എന്ന് ഉപയോഗിക്കുക, സബ്ജക്ട് ഉപയോഗിക്കണം. അതിനുശേഷമാണ് ബി എന്ന് ഉപയോഗിക്കേണ്ടത്. വേർ വിൽ ബി ദേ എന്ന് പറയരുത്. Where will they be watching cinema? Cinema or a film? No. Where will be they watching a film? അവരുടെ വീട്ടിലായിരിക്കും സിനിമ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ പറയും? They will be watching a film at home. They will be watching a film at home. അപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൽ ബി ഓർ ഷാൽ ബി പ്ലസ് ING എന്നുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വിൽ, അതിനുശേഷം വെർബ് എഴുതണം, അതിനുശേഷം മാത്രമേ ബി എന്ന് ഉപയോഗിക്കാവൂ. അപ്പൊ വേർ വിൽ ബി ദേ വാച്ചിങ്, വേർ വിൽ ബി ദേ ഗോയിങ്. നെക്സ്റ്റ്, അടുത്ത ഒരു ടെൻസ് ആണ് ഇവിടെ പറയണത്. ടെലിവിഷനിൽ എന്താണ് അവര് കുറച്ചു മുമ്പ് വാച്ച് ചെയ്തത്? ടെലിവിഷനിൽ എന്താണ് അവര് കുറച്ചു മുമ്പ് വാച്ച് ചെയ്തത്? കുറച്ചു മുമ്പ് നമ്മൾ ചെയ്തു തീർത്ത പ്രവൃത്തികളെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ ഹാസ് എന്നോ ഹാവ് എന്നോ ഉണ്ടായിരിക്കും. അപ്പോ
ടെലിവിഷനിൽ അവര് എന്താണ് കുറച്ചു മുമ്പ് വാച്ച് ചെയ്തത്? നമ്മൾ അങ്ങനെ ചോദിക്കും. വാട്ട് ഹാവ് ദേ വാച്ച്ഡ് ഓൺ ടെലിവിഷൻ? What have they watched on television? അപ്പോ അവര് ടെലിവിഷനിൽ ക്രിക്കറ്റ് മാച്ച് ആണ് വാച്ച് ചെയ്തത്. They have watched cricket. Have watched The cricket match that much television. on television. ടെലിവിഷനിൽ എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഓൺ ടെലിവിഷൻ, അതുപോലെ റേഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കും ഓൺ റേഡിയോ. എന്താ what have they watched on television? They have watched the cricket match on television. അല്ലേ? അപ്പൊ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച അവര് എന്താണ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് കഴിഞ്ഞ ആഴ്ച പാസ്റ്റ് ഇൻ ദ പാസ്റ്റ് ആണ്. അവിടെ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? ഹാഡ് എന്ന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ആ ചോദ്യം ചോദിക്കും, Partly. what What they had no, what had they watched. watched? What had they watched last week? അപ്പോ അവര് ഫിലിം സോങ്സ് ആണ് കഴിഞ്ഞ ആഴ്ച വാച്ച് ചെയ്തിരുന്നത്. ഇങ്ങനെ പറയും, They had watched. Watching. They had watched film songs last week. ഉണ്ടോ? അതുപോലെ ഞാൻ രണ്ട് verbs നിങ്ങളോട് ഒരു സബ്ജക്റ്റും ഒരു വെർബും പറയുന്നു. നിങ്ങൾ ഈ 8 രീതിയിൽ ആ വാക്യങ്ങൾ ഉണ്ടാക്കണം, അതിന്റെ ആൻസറും പറയണം. ഇത് നമ്മുടെ ഒരു ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭാഷ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നിയമങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അതെപ്പോ എങ്ങനെ ഉപയോഗിക്കും അതിനൊരു പ്രാക്ടീസ് കൂടിയാണ് വിചാരിക്കുക. ഞാൻ ഒരു സബ്ജക്റ്റ് പറയാണ്, ഷീ, വെർബ് റൈറ്റ്. ഈ സബ്ജക്റ്റ് റൈറ്റ് എന്ന വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. എന്താ, അവൾ എപ്പോഴാണ് എഴുതാറുള്ളത്? അവൾ എപ്പോഴാണ് എഴുതാറുള്ളത്? When സബ്ജക്ട് ഷീ ആണ്, ഒരാളുള്ളൂ. അപ്പൊ നമ്മള് ഡസ് എന്നാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ആദ്യത്തെ വാക്യം. When does she write? Every day. When does she write? Every day. അവൾ എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്കാണ് എഴുതാറുള്ളത്. She writes. She writes at 8 o'clock every day. Evening. വാക്യം കേട്ടാൽ അത് ടെൻസ് കൂടി മനസ്സിലാക്കിയിട്ട് ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം. സിമ്പിൾ വേർഡ്സ് മാത്രം ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി നമ്മളിപ്പോ. അപ്പോ അവൾ ഇന്നലെ എന്താണ് എഴുതിയത്? അവൾ ഇന്നലെ എന്താണ് എഴുതിയത്? What does she write yesterday? വാട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതിയത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, എന്നായിരിക്കണം. What did she write yesterday? അതെ, what did she write yesterday? അല്ലേ? അവൾ ഇന്നലെ ഒരു കത്ത് ആണ് എഴുതിയത്. Yesterday she wrote a letter. She wrote a letter yesterday.
അപ്പോ യെസ്റ്റർഡേ അതുപോലെ ആഡ്വർബ് ഷോയിങ് ടൈം, സമയത്തെ കാണിക്കുന്ന തരത്തിലുള്ള യെസ്റ്റർഡേ, ടുമാറോ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ സെന്റൻസിന്റെ അവസാന ഭാഗം ഉപയോഗിക്കുന്നതാണ് ശരിയായ രീതി. ഹലോ, അപ്പോ ചോദ്യം ഞാൻ ഈ എങ്ങനെ ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് ഈ പറയണത്. അപ്പൊ നാളെ അവൾ എവിടെ എഴുതും? ചോദ്യം ഒരു സാങ്കത്യമില്ലാത്ത ചോദ്യമാണെങ്കിലും നിങ്ങൾ ആ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? നാളെ അവൾ എവിടെ എഴുതും? Where did she Where wrote tomorrow? Where എഴുതും. Did ഡിഡ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ, എഴുതും. Where does lesson? അപ്പൊ Where will will- എന്ന് ഉപയോഗിക്കാവോ? Where will be? Where will she write? Where will she write? Where will she write tomorrow? അല്ലെ, നാളെ അവൾ പേപ്പറിൽ എഴുതും. എങ്ങനെ She പറയും? will, ആ she will write tomorrow on paper. she will write on a paper tomorrow. She will write on paper tomorrow. ഉണ്ടോ? അടുത്തൊന്ന് നോക്കാം. അവൾ ഇപ്പോൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അവൾ ഇപ്പോൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കാറുണ്ട് സാധാരണ What ചോദിക്കുന്നത്. is, What she write? what she is doing, what she is writing now. ആമീസ് ആറിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. സബ്ജക്ട് ഷീ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കാം. വാട്ട് ഈസ് ഷീ? അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ ഓക്സിലിയറി വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ്, വാട്ട് ആർ. അപ്പൊ വാട്ട് ഈസ് ഷീ റൈറ്റിംഗ്? നൗ എന്നാവാം, അല്ലെങ്കിൽ ദീസ് ഡേയ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഈ കാലത്ത്, ഈ കാലയളവിൽ അവൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അവൾ ഇപ്പോ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. She is writing a story. She is writing a story these days. These days എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രയോഗമാണ്. ഇക്കാലയളവിൽ എന്നാണ് അതിന്റെ അർത്ഥം. She is writing a story these days. അവൾ കഴിഞ്ഞ ആഴ്ച എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? What she write? What was She writing what was she writing last week. last week? അല്ലെ, അപ്പൊ അവൾ കഴിഞ്ഞ ആഴ്ച ഒരു കഥയാണ് എഴുതിക്കൊണ്ടിരുന്നത്. was writing She was writing. last week. She was writing a story last week. No. ഇനി അപ്പൊ നാളെ അവൾ എന്തായിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്? ആയിരിക്കും എന്നർത്ഥം കിട്ടാൻ വിൽ ബി എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നാളെ അവൾ എന്തായിരിക്കും? വാട്ട് വിൽ ഷീ ബി റൈറ്റിംഗ്? വാട്ട് വിൽ ഷീ ബി റൈറ്റിംഗ് tomorrow. അപ്പൊ നാളെ അവൾ ഒരു കഥയായിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. She will be writing She will story. be writing a story. She will be writing a story tomorrow. No. ഇനി അവൾ എന്തുകൊണ്ടാണ് കഥ എഴുതിയത്? അവൾ എന്തുകൊണ്ടാണ് കഥ എഴുതിയത്? Why? Why has? എന്താ?
അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ആ ചോദ്യം. അപ്പോ വൈ ഹാസ് ഷീ റിട്ടൺ, വൈ ഹാസ് ഷീ റിട്ടൺ ദ സ്റ്റോറി, അവൾ എന്തുകൊണ്ടാണ് ആ കഥ എഴുതിയത് അല്ലേ? അപ്പോ അവൾ ഒരു മാഗസിന് വേണ്ടിയിട്ടാണ് ആ കഥ എഴുതിയത് എന്ന് നമുക്ക് പറയണം. She has written this The story She to has written the story magazine. for a magazine. She has written the story for a magazine. No. അപ്പോ 8 ടെൻസിലെ വാക്യങ്ങളാണ് ഇപ്പൊ നമ്മള് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് പദങ്ങൾ തിരഞ്ഞെടുക്കുക. 8 ടെൻസിലെ നിങ്ങൾ വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഭരണകൂടി നിങ്ങളോട് പറയാം, അത് പ്രാക്ടീസ് ആയിട്ടിരിക്കട്ടെ. നോക്കാം. 2 വാക്കുകളാണ് നിങ്ങളോട് പറയണം. ഒന്ന് യു, YOU, സബ്ജക്റ്റ്, ഓപ്പൺ, വെർബ്. ഈ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ 8 ടെൻസുകളിലെ വാക്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ആൻസർ പറയണം. ഓ, ചോദ്യം ഒന്നാമത് നിങ്ങളോട് ഞാൻ പറയാം, അത് ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് തുറക്കുന്നത്? ഓപ്പൺ എന്ന വേർഡും ഉപയോഗിക്കണം, യു എന്ന സബ്ജക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് തുറക്കുന്നത്? What do you open every day? എന്തോ? What do you What do you open every day? every day? What do you open every day? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ അതിന് ആൻസർ പറയുമ്പോ ഐ എന്നായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇല്ല ഞാൻ. വാട്ട് ഡു യു ഓപ്പൺ എവറി ഡേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ആൻസർ പറയണത് ഐ ഓപ്പൺ ദ കബോർഡ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും കബോർഡ് തുറക്കുന്നു. നിങ്ങൾ ഇന്നലെ എന്താണ് തുറന്നത്? What did you open yesterday? ഉണ്ടോ? അപ്പോ ഞാൻ ഇന്നലെ ബൈബിൾ ആണ് തുറന്നത്. നമ്മളെങ്ങനെ പറയും? I opened the Bible yesterday. ഉണ്ടോ? അപ്പൊ നിങ്ങൾ എപ്പോഴാണ് വാതിൽ തുറക്കും? നിങ്ങൾ എപ്പോൾ വാതിൽ തുറക്കും? When When you will open the door? When will you? കണ്ടോ, ആ സ്ട്രക്ചർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ? When will you open the door? കണ്ടോ, വാക്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാം അത് ഏത് ടെൻസിലാണെന്നുള്ളത്. അതിനാണ് ആദ്യം നമുക്ക് ടെൻസിന്റെ നിയമങ്ങൾ പറഞ്ഞു തന്നത്. അതിലൊരു റിവിഷൻ എക്സർസൈസ് ചെയ്യിക്കണമെന്ന് കുറച്ച് നാളുടെ വിചാരിക്കണം. അപ്പോ നിങ്ങൾ എപ്പോൾ വാതിൽ തുറക്കും? I will open this. നിങ്ങൾ എപ്പോൾ വാതിൽ തുറക്കും? When will you open the door? When will you open The door. the door? അപ്പോ ഞാൻ രാവിലെ 6 മണിക്ക് വാതിൽ തുറക്കും എന്നാണ് നമുക്ക് പറയേണ്ടതുണ്ടെങ്കിൽ I will I will open the door at 6 a.m. at 6 o'clock in the morning. ഉണ്ടോ? നിങ്ങൾ ഇപ്പോ എന്താണ് തുറന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോ എന്താണ് തുറന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം What will you What will do? നിങ്ങൾ ഇപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന
What What are you doing? What are you opening now? What are you opening now? ഞാനിപ്പോ സൂട്ട് കേസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. I was opening No, a ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. I am. I I am am I opening am a suitcase. opening suitcase. I am opening the suitcase now. അല്ലേ? നിങ്ങള് നിങ്ങൾ എവിടെയാണ് ആ ബോക്സ് തുറന്നുകൊണ്ടിരുന്നത്? നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ആ ബോക്സ് തുറന്നുകൊണ്ടിരുന്നത്? എവിടെ? തുറന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാര്യമാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. Where were you opening the door? Sorry, opening the box. നിങ്ങൾ ആ പെട്ടി എവിടെ വെച്ചാണ് തുറന്നുകൊണ്ടിരുന്നത്? Yes, I was opening the box. ഞാൻ ബെഡ്റൂമിൽ വെച്ചാണ് ആ ബോക്സ് തുറന്നുകൊണ്ടിരുന്നത് എന്നെങ്ങനെ പറയും? I was opening I the was box. The box. opening the box at in the the bedroom. bedroom. അല്ല, in the bedroom. In the bedroom. ബെഡ്റൂമിനുള്ളിൽ എന്നർത്ഥം കിട്ടാൻ ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. I was opening the box in the bedroom. അല്ലേ? നിങ്ങൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും വാതിൽ തുറക്കുന്നത്? എങ്ങനെ? How will you open the door? No, തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. How will you be opening? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അത് will be plus or shall be plus ing ഫോം ഉണ്ടായിരിക്കണം. How will you be opening the door in the future? അല്ലേ? ഞാൻ ഭാവിയിൽ വളരെ ശ്രദ്ധാപൂർവം ആ വാതിൽ തുറന്നുകൊണ്ടിരിക്കും. ഞാൻ വളരെ ശ്രദ്ധാപൂർവം ആ വാതിൽ തുറന്നുകൊണ്ടിരിക്കും. ആ വാക്യം നിങ്ങൾ എങ്ങനെ പറയും? I will be I will be Opening the door very carefully. carefully. അല്ലേ? I will be opening the door very carefully. അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പെട്ടി തുറന്നത്? കുറച്ച് മുമ്പ് നിങ്ങൾ തുറന്നു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പെട്ടി തുറന്നത്? എന്തിനു വേണ്ടിയാണ്? അല്ലെ എന്തുകൊണ്ടാണ്? What? എന്തുകൊണ്ട്? Why have you opened? ഉണ്ടോ? The box. പ്രസന്റ് പെർഫെക്റ്റിൽ എന്തുണ്ടായിരിക്കണം? ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ടെൻസുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സംസാരിക്കാനും എഴുതാനും കഴിയൂ. നിയമം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ why have you opened the box? Why have you opened the box? നിങ്ങൾ എന്തുകൊണ്ടാണ് I have opened the Have box. you opened the box? Why have you opened the door? അതിന്റെ ആൻസർ ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു പേന എടുക്കാനാണ് പെട്ടി തുറന്നത്. They I have have opened Opened the box for taking a pen. To take a pen. I have opened the box to take a pen. അല്ലേ? നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ആ പെട്ടി തുറന്നിട്ടുണ്ടായിരുന്നത് അല്ലെ തുറന്നത്? When did you when did you open എന്ന് നമുക്ക് ചോദിക്കാം. തുറന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? when had had you
opened the box yesterday. No. When had you opened the box yesterday? അപ്പൊ ഞാൻ രാവിലെ 10 മണിക്കാണ് ആ ബോക്സ് തുറന്നിട്ടുണ്ടായിരുന്നത്. I heard you. Had Open I 10 o'clock in the opened the morning. box 10 o'clock at in the morning. in the yesterday. morning. In the morning. Yesterday എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. Sorry, I had എന്ന് പറഞ്ഞു. I had opened അല്ലേ? I had കഴിഞ്ഞാൽ opened. Past participle ഉപയോഗിക്കണം. V3 ഉപയോഗിക്കണം. അപ്പൊ അടുത്ത ഒരു വർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചാൽ മതി. 2 വേർഡ്സ് ഇതുപോലെ തരും. അങ്ങനെ 8 ടെൻസിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഫാദർ, മറ്റൊന്ന് വിസിറ്റ്. ഫാദർ വിസിറ്റ്സ്. ഞാൻ ചോദ്യങ്ങൾ വെറുതെ നിങ്ങളോട് പറയാം. നിങ്ങളുടെ അച്ഛൻ അവനെ എപ്പോഴാണ് സന്ദർശിക്കാറുള്ളത്? ഒരു ചോദ്യം. എന്റെ അച്ഛൻ അവനെ എല്ലാ ദിവസവും വൈകുന്നേരം സന്ദർശിക്കുന്നു. പിന്നെ അച്ഛൻ ഇന്നലെ അമ്മയെ എപ്പോഴാണ് സന്ദർശിച്ചത്? അച്ഛൻ ഇന്നലെ അമ്മയെ രാവിലെ സന്ദർശിച്ചു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അതിന് ഉത്തരങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റിന് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇത്രയും നിങ്ങൾ ഇത്രയും ടെൻസിൽ മാത്രം വാക്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇപ്പൊ തൽക്കാലം. ടെൻസ് ഒന്നുകൂടി പറഞ്ഞ സാറേ, ഏതൊക്കെയാ? ടെൻസ് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനി പ്രസന്റ് പെർഫെക്റ്റിൽ ചോദ്യം ഉണ്ടാകണം, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിൽ ചോദ്യങ്ങൾ ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും ഇഷ്ടമുള്ള വെർബ് ഉപയോഗിക്കാം. അത് ദൈനംദിനം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യ രൂപീകരണം, അതുപോലെ തന്നെ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കൂടാതെ ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഇൻ 8 tenses വിത്ത് വെർബ് ആൻഡ് സബ്ജക്ട്സ് ഗിവൺ. ഒരു വെർബും ഒരു സബ്ജക്റ്റും തരും. എന്നിട്ട് നമ്മള് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യണം. അതിന്റെ ആൻസറും ഫോം ചെയ്യണം. നമുക്ക് എങ്ങനെയെന്ന് പറയാം. നോക്കാം. ഞാൻ 2 വാക്കുകൾ നിങ്ങളോട് പറയാം. ഷീ, മറ്റൊന്ന് വെർബ് അണ്ടർസ്റ്റാൻഡ്. ഷീ എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കണം. അണ്ടർസ്റ്റാൻഡ് എന്ന വെർബ് ഉപയോഗിച്ചിട്ട് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പോകണം.
ചോദ്യം ഇതാണ്, അവൾ ആ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ടോ? അവൾ ആ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ ഷീ എന്ന സബ്ജക്ട് ഉപയോഗിക്കുക, അണ്ടർസ്റ്റാൻഡ് എന്ന വെർബ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്യണം. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഡസ് എന്ന് എഴുതും, അല്ലെങ്കിൽ ഡസ് എന്ന് പറയാൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഡസ് എന്ന് ഉപയോഗിക്കണം. അപ്പൊ ഇപ്പൊ പറയാൻ പോണ വാക്യത്തില് സിമ്പിൾ പ്രസന്റ് ടെൻസില് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ഡസ് എന്ന് ആദ്യം ഉപയോഗിക്കുക. ഡസ് ഷീ understand Does she understand the problem now? Does she understand the problem now? അവൾക്ക് ആ പ്രശ്നം ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മള് യെസ് ആദ്യം പറയണം. യെസ് കഴിഞ്ഞാൽ ഷീ understand she understands. അതൊക്കെയാണ് മാറിപ്പോണത്. She understands the problem now. No എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതുണ്ടെങ്കിൽ no, അവൾക്ക് അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, no, she doesn't understand her problem now. ഇവിടെ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു yes or no ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. Does she understand her problem now? Yes, she understands her problem now. No എന്നാണെങ്കിൽ no, she doesn't understand her problem now. No. ആ അപ്പോ ഈ വാക്യം നമ്മള് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് ചോദിക്കണം, അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് എന്ന് ആദ്യം ഉപയോഗിക്കണം. Did she understand her problems? Yes എന്നാണെങ്കിൽ yes, she understood, മനസ്സിലാക്കി എന്ന് പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കാം. Yes, she understood her problems. No എന്നാണെങ്കിലോ no, she didn't no, she didn't understand her problem. She didn't understand her problem. No. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമോ? yes or no ക്വസ്റ്റ്യൻ ആണ്. അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമോ? will she understand her problems? Will she understand her problems? Yes എന്നാണെങ്കിലോ yes, she will understand. No എന്നാണെങ്കിലോ she will not understand or won't understand her problems. No. ഇപ്പോ സാധാരണ ഈ അണ്ടർസ്റ്റാൻഡ് അവിടെയൊക്കെ അണ്ടർസ്റ്റാൻഡ്സ് എന്ന് വേണോ, എസ് വേണോ? എന്തോ ഷീ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്സ് എന്ന് വേണോ, എസ് വേണോ? ഇല്ല പാടില്ല. വിൽ ഷാലിന് ശേഷം വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കാവൂ. ഷീ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഐ വിൽ നോട്ട് ഗോ, ഐ വിൽ നോട്ട് ടീച്ച്. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചത് വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കാവൂ. എസ് എന്നോ അല്ല ED ഫോംസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നിങ്ങള് 3 ടെൻസിലാണ് yes or no ക്വസ്റ്റ്യൻ ഫോം ചെയ്തത്. അടുത്തതാണ്
അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ടോ? സാധാരണ അണ്ടർസ്റ്റാൻഡ് എന്ന വേർഡ് ING ഫോമിൽ ഉപയോഗിക്കാറില്ല. എങ്കിലും നമുക്ക് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാകുമ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കും? ഈസ് ഷീ അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്? അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉത്തരം പറയുമ്പോ നോ എന്നാണെങ്കിൽ, എസ് എന്നാണെങ്കിൽ യെസ് ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്. നോ എന്നാണെങ്കിൽ നോ ഷീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്. ഇത് നിങ്ങള് പാസ്റ്റ് കണ്ടിന്യൂസില് ഇതൊരു ചോദ്യമായിട്ട് എങ്ങനെ ചോദിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വാസ് ഓർ വാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാസ് ഓർ വേർ ആണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ വാസ് ഷീ അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്? യെസ് ഷീ വാസ് അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്. നോ എന്നാണെങ്കിൽ നോ ഷീ വാസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്. നോ. ഇനി അവൾ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമോ? അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കാൻ കഴിയും? എങ്ങനെ സർ? വിൽ ഷീ ബി അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്? വിൽ ഷീ ബി അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്? യെസ് എന്നാണെങ്കിൽ യെസ് ഷീ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഹർ പ്രോബ്ലംസ്. നോ എന്നാണെങ്കിലോ ഷീ വിൽ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ്. വിൽ നോട്ട് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ഷീ വിൽ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ്. അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കില്ല. ഉണ്ടോ? ഇനി അവളുടെ പ്രശ്നങ്ങൾ അവൾ മനസ്സിലാക്കിയോ? അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ഓർ ഹാവ് എന്ന് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് എന്ന് പറയാം. ഉണ്ടോ? യെസ് ഓർ നോ. ഹാസ് ഷീ Understand her problem. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയരുത്. ഹാസ് ഷീ കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാവൂ. ഹാസ് ഷീ അണ്ടർസ്റ്റുഡ് ഹെർ പ്രോബ്ലംസ്? അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയോ? യെസ് എന്നാണെങ്കിൽ യെസ് ഷീ ഹാസ് അണ്ടർസ്റ്റുഡ് ഹെർ പ്രോബ്ലംസ്. യെസ് ഷീ ഹാഡ് അണ്ടർസ്റ്റുഡ് ഹെർ പ്രോബ്ലംസ്. നോ എന്നാണെങ്കിൽ She hasn't. ഓ She hasn't understood. she hasn't understood her problem. ഉണ്ടോ? നമ്മള് ഹാസ് നോട്ട് എന്ന് സാധാരണ എഴുത്തു ഭാഷയിലും സംസാര ഭാഷയിൽ ഹാസിൻഡ് എന്നുമാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ വിൽ പ്ലസ് നോട്ട് നമ്മള് സംസാര ഭാഷയില് വോണ്ട് എന്നല്ലേ പറയണത്. ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ്. വുഡ് പ്ലസ് നോട്ട് വുഡിൻറ്റ്. ഉണ്ടോ? can plus not can't. അപ്പോ ഇനി അടുത്ത ഒരു ടെൻസ് കൂടി ഉണ്ട്. അതിലെ പാസ്റ്റ് പെർഫെക്റ്റ്ലി ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചോദിക്കും? അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. Had she understood her problems? No. Had she understood her problems? Yes എന്നാണെങ്കിലോ ആൻസർ പറയാം.
Yes, she had understood. Yes, she had. Understand. No. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Has, have, had. ഇവയ്ക്ക് ശേഷം വെർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമേ ഉപയോഗിക്കാവൂ. Yes, she had understood her problems. No എന്നാണെങ്കിൽ no, she had not understood her problems. അപ്പൊ ഞാൻ നിങ്ങളോട് 2 വാക്കുകൾ കൂടി പറയാം. എന്നിട്ട് ആ 2 വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ 8 ടെൻസിൽ മലയാളത്തിലും മനസ്സിലാക്കണം കേട്ടോ. ഒന്ന് സബ്ജക്റ്റ് ഇതാണ് വി, മറ്റൊന്ന് മീറ്റ്, MEET. ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക, പെട്ടെന്ന് നിങ്ങളത് ഉത്തരം പറയണം. നിങ്ങൾ അവനെ എല്ലാ ദിവസവും കാണാറുണ്ടോ? നിങ്ങൾ അവനെ എല്ലാ ദിവസവും കാണാറുണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചോദിക്കണം. Do you? Do you meet him? Every Do day. you meet him every day? അപ്പോ നമ്മൾ അതിന്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ വി എന്നാണ് ഉപയോഗിക്കേണ്ടത്. യെസ്, വി മീറ്റ് ഹിം എവറി ഡേ. നോ എന്നാണെങ്കിലോ നോ, വി ഡോണ്ട് മീറ്റ് ഹിം എവറി ഡേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇന്നലെ കണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇന്നലെ കണ്ടോ? പാസ്റ്റ് ടെൻസ് ആണ്. Did you see Do you your friends yesterday? Did you meet your friends yesterday? Yes എന്നാണെങ്കിൽ I mean, നമ്മൾ വിയും മീറ്റും ആണ് ഉപയോഗിക്കേണ്ടത്. വി എന്ന സബ്ജക്ട് ഉപയോഗിച്ച ആൻസർ പറയാൻ. we Yes, met. we met our friends yesterday. No എന്നാണെങ്കിലോ We No, didn't meet. we didn't meet. we didn't or did not meet our friends yesterday. അല്ലേ? നിങ്ങൾ നാളെ നിങ്ങളുടെ ടീച്ചറെ കാണുമോ? നിങ്ങള് ടീച്ചറെ കാണുമോ? എങ്ങനെ പറയും? Will you meet your teacher? Will you meet your teacher Tomorrow? Will you meet your teacher? Will you meet your teacher tomorrow? Yes, ഞങ്ങൾ നാളെ ഞങ്ങളുടെ ടീച്ചറെ കാണും എന്നങ്ങനെ പറയും. Yes, Yes, we will we meet will our teacher Yes, tomorrow. we will meet our teacher tomorrow. ടീച്ചറെ ഞങ്ങൾ നാളെ കാണില്ല എന്നങ്ങനെ പറയും. No, No. we will not meet. We will not meet our teacher tomorrow. No. നിങ്ങൾ ഇപ്പോ അവരെ കാണാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അത് കണ്ടിന്യൂസ് ടെൻസിൽ ചോദ്യം ചോദിക്കണം. ING ഫോം ഉണ്ടായിരിക്കണം. ആർ എന്ന ആദ്യം ഉപയോഗിക്കാം, കാരണം യു എന്ന സബ്ജക്ട് കൂടുതലാണ്. അപ്പൊ are you meeting? meeting? അവരെ അല്ലെ? Are you meeting them now? നിങ്ങൾ ഇപ്പൊ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? യെസ് എന്നാണെങ്കിൽ യെസ്, we are meeting them now. നോ എന്നാണെങ്കിലോ നോ, we aren't meeting them now. അല്ലെങ്കിൽ we are not meeting them now. നിങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടിരുന്നോ? ING ഫോം ഉപയോഗിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചോദ്യം ചോദിക്കണം. Were you were you meeting? were you meeting your friends?
കഴിഞ്ഞ തിങ്കളാഴ്ച എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? ലാസ്റ്റ് ഡേ. Monday. Were you meeting your friends last Monday? അപ്പോ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ പറയാം. സ്മിത അതിന്റെ ആൻസർ പറഞ്ഞേ. Yes. Yes. Yes, were you meeting your friends? Yes, we were meeting our friends last Monday. No ആണെങ്കിലോ? We weren't. Oh, were We were not. not. We were not meeting. We were not meeting our friends last Monday. No. അടുത്ത ആഴ്ച നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമോ അല്ലെ കണ്ടുകൊണ്ടിരിക്കുവോ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. Will you Ah. meeting your? Will you be meeting your friends? Will you be meeting your friends next week? Yes എന്നാണെങ്കിൽ പറയാമോ സഫിയ? ആൻസർ. Yes, we will be meeting our friends next week. Next week. No എന്നാണെങ്കിൽ അൽഫോൺസ പറയാമോ? ഷിനു No, പറയാം. will be meeting our She- friends We will not be meeting our friends next week. next week. No. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടോ? ഇന്ന് നടന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഹാസ് ഓർ ഹാവ് എന്ന് ഉപയോഗിക്കുക. അതായത് സബ്ജക്ട് യു ആയതുകൊണ്ട് നിങ്ങൾ ഹാവ് എന്ന് ഉപയോഗിക്കുക. എങ്ങനെ പറയും? Have you met your friends today? Have you met your friends today? പറയാ. അതിന്റെ ആൻസർ പറയാ സ്മിത. Yes, I have met. Yes, I met. I Yes, have met. എന്താ ഇവിടെ നമ്മള് ഹാവ് യു മെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസറിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം. Yes, I have met അല്ലെങ്കിൽ we have met our friends today. No എന്നാണെങ്കിൽ പറയാം. No, I have not met. I have not met our friends today. അല്ല, നിങ്ങൾ 4 വർഷം മുമ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടായിരുന്നോ? 4 വർഷം മുമ്പ് നടന്ന കാര്യമാണോ? അത് നമ്മളെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അങ്ങനെ പറയും. Had you Had- met your friends before? Met your friends. Had you met your friends 4 വർഷം മുമ്പ്? Before 4 years. 4 years ago. No. Had you met your friends 4 years ago? ഞാൻ 4 വർഷം മുമ്പ് ഞങ്ങളുടെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയണം. I had met my friends I had met my friends I had met my friends 4 years ago. കണ്ടില്ലേ? അതും നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. ഇപ്പൊ അടുത്ത ഒരു സബ്ജക്റ്റും ഒരു വെർബും നിങ്ങൾക്ക് തരണം. ഹി, ഫെയിൽ, FAIL. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാക്യം പറയണം. ഏതാ സാറേ? HE, he. മറ്റൊന്ന് ഫെയിൽ, FAIL. അവൻ എല്ലാ വർഷവും പരീക്ഷയിൽ തോൽക്കാറുണ്ടോ? സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വാക്യമാണ്. അവൻ എല്ലാ വർഷവും പരീക്ഷയിൽ തോൽക്കാറുണ്ടോ? Does he fail the exam Very every Does he fail in the exam every year? year? ഞാനൊരു വാക്യം നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോ ആ വാക്യം നിങ്ങൾ ഈ ഇത്രയും ടെൻസിൽ, അതായത് 8 ടെൻസിൽ ഇതുപോലെ ഫോം ചെയ്യാൻ അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ അവൻ എല്ലാ വർഷവും പരീക്ഷയിൽ തോൽക്കാറുണ്ടോ?
യെസ് എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? Yes, he failed. He fails, F-A-I-L-S. Yes, he fails in the exam every year. No എന്നാണെങ്കിൽ എങ്ങനെ പറയും? No, he ആ. No, he. Don't. not fails. ആ, പറയരുത്. No, he does not. No, no, he does not fail in the exam every year. No. അവൻ കഴിഞ്ഞ മാസം പരീക്ഷയിൽ തോറ്റോ? Did he He fail? failed the exam last. ഈ കഴിഞ്ഞാൽ ഫെയിൽ എന്നേ പറയാവൂ. Did he fail in the exam last month? Yes, അവൻ കഴിഞ്ഞ മാസം പരീക്ഷയിൽ തോറ്റു എന്ന് പറയണം. Yes, he failed. Yes. Yes, he failed the exam last month. അവൻ കഴിഞ്ഞ മാസം പരീക്ഷയിൽ തോറ്റില്ല എന്ന് പറയണം. No, he didn't. He failed. Yes, Ah. fails. ഇല്ല, past tense-ലാണ് നമ്മൾ പറയേണ്ടത്. He did not fail in the exam last month, last year എന്ന് വേണേലും പറയാം. അടുത്ത വർഷം അവൻ പരീക്ഷയിൽ തോൽക്കുവോ? നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് ചോദിക്കണം. Will he Will he fail? fail the exam? Will he fail in the exam next year? Will he fail in the exam next year? Yes. എന്നാണെങ്കിൽ പറയണം. ആൻസർ പറയാമോ? Yes, he will fail. Yes, he will fail in the exam next year. അവൻ അടുത്ത വർഷം പരീക്ഷയിൽ തോൽക്കില്ല എന്ന് പറയണം. ഹെലൻ പറയാമോ? സ്റ്റെന്നി, ബാക്കി എല്ലാവരും പറയാം. No, he will not fail the exam next year. Not fail in the exam next year. അല്ലേ? അത് ഈസ് വച്ചിട്ട് നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എങ്ങനെ ചോദിക്കും? Is he failing in the exam? അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ്. സാധാരണ is he failing എന്ന് സാധാരണ ചോദിക്കാറില്ല. അതിന്റെ ആൻസർ യെസ്, he is failing in the exam. No എന്നാണെങ്കിൽ he is not failing എന്നെഴുതാം. No. അവൻ പരീക്ഷയിന് മുമ്പ് തോറ്റിട്ടുണ്ടായിരുന്നോ? അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ചോദിക്കണം. Was he failing the exam next year? before? മുൻപ് എന്നർത്ഥം കിട്ടാൻ നമ്മള് ബിഫോർ എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? Will he be failing in the exam next year? No ആണെങ്കിൽ yes ആണെങ്കിൽ yes, he will be failing in the exam. No ആണെങ്കിലോ no, he will not be failing in the exam. ഈ ആഴ്ച അവൻ പരീക്ഷയിൽ തോറ്റോ? അത് പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് ഉപയോഗിച്ചിട്ട് പറയണം. Has he failed Has he failed? ദിസ് വീക്ക്. ഈ ആഴ്ചയിൽ എന്നർത്ഥം കിട്ടാൻ നമ്മള് ദിസ് വീക്ക് എന്നേ ഉപയോഗിക്കാവൂ. അപ്പൊ ഹാസ് ഹി ഫെയിൽഡ് ഇൻ ദ എക്സാം ദിസ് വീക്ക്? Yes, he has failed. He has failed. ചോദ്യം എങ്ങനെയാണ് നോക്കാം. ആ ചോദ്യം ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. അതേ ടെൻസിൽ തന്നെ ആയിരിക്കണം ആൻസർ പറയേണ്ടത്. സീക്വൻസ് ഓഫ് ടെൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് വേറൊന്നുമല്ല, അത് നമ്മളിപ്പോ രണ്ട് സെന്റൻസ് അല്ലെങ്കിൽ രണ്ട് ക്ലോസ് എഴുതുകയാണെങ്കിൽ ആ രണ്ട് ക്ലോസും ഒരേ ടെൻസിലായിരിക്കണം. അതായത് ഒന്നാമത്തെ ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ അടുത്ത ക്ലോസ് വേണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലാവാം. രണ്ടും പ്രസന്റ് ആയിരിക്കും, അല്ലെ പ്രസന്റ് പെർഫെക്റ്റ് ആവാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതാണ് സീക്വൻസ് ഓഫ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോ അവൻ 2 വർഷം മുൻപ് പരീക്ഷയിൽ തോറ്റിട്ടുണ്ടായിരുന്നോ?
2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഏത് ടെൻസ് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അതായത് ഹാഡ് എന്ന് ഉപയോഗിക്കും. ഇങ്ങനെ പറയും, Had he failed the exam? he failed, അല്ലേ? Had he failed in the exam 2 Last years ago. അല്ല, 2 years ago. 2 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ 2 2 years. years ago. അപ്പൊ അവൻ 2 വർഷം മുമ്പ് പരീക്ഷയിൽ തോറ്റിട്ടുണ്ടായിരുന്നില്ല. No, he. ആ, No, he. no, he had not failed in the exam. Yes, അവൻ 2 വർഷം മുമ്പ് പരീക്ഷയിൽ തോറ്റിട്ടുണ്ടായിരുന്നു എന്നങ്ങനെ പറയും. Yes, he had failed the exam. Failed 2 years. exam. The exam 2 years ago. അപ്പൊ അത് നിങ്ങൾ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേ എന്ന വേർഡും പ്രിപ്പയർ എന്ന വേർഡും ഉപയോഗിച്ചിട്ട് ഇതുപോലെ 8 ടെൻസുകളിൽ ഇതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം എന്തുകൊണ്ടേലാവാം. സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളില്ലേ, അത് നമ്മൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കും. 8 ടെൻസിൽ മാത്രം നിങ്ങളിപ്പോ ഉണ്ടാക്കിയാൽ മതി. അവസാനത്തെ 3 ടെൻസ് കാര്യമായ അങ്ങനെ ഉപയോഗത്തിൽ വരാറില്ല. നോക്കാം. ഇതുപോലെ നൗൺസ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ചോദ്യം പ്രസന്റ് ടെൻസിൽ ഉണ്ടാക്കിയാൽ അതും ഇതുപോലെ 8 ടെൻസിൽ നമ്മൾ മാറ്റാൻ അറിഞ്ഞിരിക്കണം. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു പാട്ടുകാരനാണോ? സാധാരണയായിട്ട് ആർ യു എ സിംഗർ? സിംഗർ എന്ന് പറഞ്ഞ നൗൺ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യമാണത്. ആർ യു എ സിംഗർ? എന്റെ ആൻസർ എസ് എന്നാണെങ്കിൽ എസ് ഐ ആം എ സിംഗർ, നോ എന്നാണെങ്കിൽ ഐ ആം നോട്ട് എ സിംഗർ. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇപ്പൊ നിങ്ങളൊരു പാട്ടുകാരി ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? അവിടെ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. Were you a singer? Were you a singer before? Yes. അപ്പൊ സിംഗർ ആയിരുന്നുവെങ്കിൽ ഐ വാസ് എ സിംഗർ, നോ ആണെങ്കിൽ ഐ വാസ് നോട്ട് എ സിംഗർ. നിങ്ങൾ ഭാവിയിൽ ഒരു പാട്ടുകാരിയാകുമോ, അല്ലെ ആയിരിക്കുമോ? Will you be a singer in the future? Will you be a singer in the future? Yes എന്നാണെങ്കിൽ yes I will be a singer, no എന്നാണെങ്കിൽ I will not be a singer. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് ആ വാക്യം ഉണ്ടാക്കിയത്. ചോദിക്കാം, എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാട്ടോ. അതുപോലെ ആം, ഈസ്, ആർ, വാസ്, വർ, വിൽ ബി എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർ യു എ പ്രീസ്റ്റ്? യെസ് ഐ ആം എ പ്രീസ്റ്റ്. നോ എന്നാണെങ്കിൽ ഐ ആം നോട്ട് എ പ്രീസ്റ്റ്. Were you a priest? Yes, I was a priest. No, I was not a priest. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കാം. ആർ, ഈസ്, ആം, വാസ്, വർ, വിൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നിങ്ങള് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വല്ല കൂടുതൽ ടഫായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഗ്രാമർ പോർഷൻ ഉണ്ടെങ്കിൽ പറയണം. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കോൺവെർസേഷന്റെ ഇതിലേക്ക് കടക്കാൻ പറ്റും.
ഓക്കെ, റെഡി അല്ല? അപ്പൊ എക്സർസൈസ് ചെയ്യട്ടെ എല്ലാവരും. Yes, sir. ഓ, എന്റെ മലയാളത്തിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടാണത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ മൊഴിമാറ്റം നടത്തുന്നത്. അപ്പൊ എല്ലാം റെഡി? യെസ്, ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you, sir. Yes, sir. Okay,